Good morning. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Morning. Good morning, ma'am. കഴിഞ്ഞ ദിവസം നമ്മൾ എടുത്തതൊക്കെ ഒന്ന് വായിച്ചു നോക്കിയായിരുന്നോ? റെഡി ചെയ്തായിരുന്നോ? Yes, ma'am. Yes, ma'am. ഓക്കെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ ലാസ്റ്റ് നമ്മൾ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് യൂസ്ഡ് ഇൻ CSSD ഇതല്ലേ പറഞ്ഞത് അല്ലേ? Yes, ma'am. അപ്പോ CSSD യൂസ് ചെയ്യുന്ന ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? സൂചകങ്ങള്. CSSD ഡിപ്പാർട്ട്മെന്റില് ഉപയോഗിക്കുന്ന ഇൻഡിക്കേറ്റേഴ്സ് ഏതൊക്കെയായിരുന്നു എന്നാണ് പറഞ്ഞത്. ഏതൊക്കെയായിരുന്നു? ഫസ്റ്റ് മെക്കാനിക്കൽ ഇൻഡിക്കേറ്റർ. മെക്കാനിക്കൽ ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തിനു വേണ്ടി ഡിസ്പ്ലേയിങ് ദ റെക്കോർഡഡ് ടൈം, temperature, humidity, and pressure throughout of the sterilization cycle. Sterilization cycle. നിങ്ങൾക്കത് ഞാനിവിടെ പ്രസന്റ് ചെയ്തേക്കുന്ന കാണുന്നില്ലേ? കാണുന്നില്ല മാം. സൗണ്ട് കുറവാണല്ലോ. സൗണ്ട് കാണുന്നുണ്ട് മാം. കാണുന്നുണ്ട്. മ്യൂട്ട് ചെയ്ത് വെച്ചേ. കഴിഞ്ഞ ക്ലാസ്സിൽ കുഴപ്പമുണ്ടായില്ലേ? അപ്പൊ മാമിന്റെ ക്ലാസ്സിൽ സൗണ്ട് കുറവാണല്ലോ. ഇപ്പൊ ഞാനിവിടെ സ്ക്രീൻ ഇട്ടേക്കുന്നത് നിങ്ങൾക്ക് കാണുന്നുണ്ടോ? മാമിന്റെ ക്യാം കുറച്ചുകൂടി താഴേക്ക് വെച്ചാ കാണുന്നില്ല മാം. ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടോ? സ്ക്രീനിലൂടെ ഷെയർ ചെയ്തേക്കുന്നത് കാണുന്നുണ്ടോ? ക്ലിയർ ആണോ? കാണുന്നുണ്ട്. ക്ലിയർ ആണ് മാം. കാണുന്നുണ്ട് അല്ലേ? സ്ക്രീൻ കാണുന്നുണ്ട് മാം, ബട്ട് മാമിനെ കാണാൻ പറ്റത്തില്ല. മാമിന്റെ ഐസ് മാത്രം വിസിബിൾ ആവുന്നുള്ളൂ. ഐസ് മാമിന്റെ ക്യാം കുറച്ച് താത്തി വെച്ചാൽ ഓക്കെ ആവും. ഇപ്പൊ ഓക്കെ ആയി മാം. മാമിന്റെ സൗണ്ട് മ്യൂട്ടാണ്. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയോ നിങ്ങക്ക്? യെസ് മാം. ക്ലിയർ. ഓക്കെ. ഓക്കെ, അപ്പൊ നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സില് നമ്മുടെ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് യൂസ്ഡ് ഇൻ CSSD യൂസ് ചെയ്യുന്ന ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് അതായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത്. അപ്പൊ അതിൽ ഫസ്റ്റ് നമ്മൾ പറഞ്ഞു മെക്കാനിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്. മെക്കാനിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞത് എന്താണ്? ആ സ്റ്റെറിലൈസേഷൻ സൈക്കിളിലെ ആ ടൈം, ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, പ്രഷർ ആൻഡ് ത്രൂ ഔട്ട് ദ ടൈം ഓഫ് ദ സ്റ്റെറിലൈസേഷൻ സൈക്കിൾ. ആ സ്റ്റെറിലൈസേഷൻ സൈക്കിളിലുടനീളം അതിന്റെ ടൈം, ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, ഇതൊക്കെ പ്രഷർ, ഇതൊക്കെ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് മെക്കാനിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്. അവിടെ നിങ്ങൾ 2 എക്സാമ്പിൾ കൂടി അവിടെ എഴുതി വെച്ചോ കേട്ടോ. ഒന്ന് പ്രിന്റഡ് നോട്ടിലോ അല്ലെങ്കിൽ അത് നോട്ട്ബുക്കിലാണെങ്കിലും 1-2 എക്സാമ്പിൾ ഒന്ന് എഴുതിക്കോ. മെക്കാനിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് എക്സാമ്പിൾ: മെക്കാനിക്കൽ ഡയൽ, DIAL. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എഴുതിയില്ലായിരുന്നു. മെക്കാനിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത് ഇപ്പൊ മെക്കാനിക്കൽ ഡയൽ, അതായത് ടൈം ഇതുപോലെ കാണിക്കുന്ന നമ്മുടെ അലാറം ഒക്കെ പോലെ ഇരിക്കുന്ന, നമ്മൾ നേരത്തെ ഒക്കെ ഉപയോഗിക്കുന്ന കീ കൊടുത്തൊക്കെ വെക്കുന്ന അലാറം ഒക്കെ ഇല്ലേ സെറ്റ് ചെയ്ത് വെക്കുന്നേ,
അപ്പൊ അതേപോലെ ഉള്ള ഒരു ടൈപ്പ് ഓഫ് ഇതാണ് ഈ മെക്കാനിക്കൽ ഡയൽ എന്ന് പറയുന്നത്. അപ്പൊ മെക്കാനിക്കൽ ഡയൽ ഉപയോഗിച്ചിട്ട് ആ സ്റ്റെറിലൈസേഷൻ, അതിന്റെ ടൈം, അതുപോലെ ടെമ്പറേച്ചർ, ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഒരു എക്സാമ്പിൾ ആണ് മെക്കാനിക്കൽ ഡയൽ. നെക്സ്റ്റ് ആണ് രണ്ടാമത്തെ ഒരെണ്ണം കൂടി എഴുതിക്കോ, ലിവർ സ്റ്റൈൽ. LEVERSTYLE, ലിവർ സ്റ്റൈൽ. ഇത് രണ്ടും മെക്കാനിക്കൽ ഇൻഡിക്കേറ്റേഴ്സിന് എക്സാമ്പിളുകളാണ്. അപ്പൊ അത് ആ ഒരു എക്യുപ്മെന്റ്, ഒരു മെക്കാനിക്കൽ ഒരു മെഷീൻ, ഒരു മെക്കാനിക്കൽ ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പറഞ്ഞു, ഈ ഒരു അലാറം ഒക്കെ ഇതുപോലെ ഇരിക്കുന്നത് വെച്ചാൽ ആ ടൈം കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്. അപ്പൊ നമ്മൾ അത് റീഡിങ് നോക്കുമ്പോൾ നമുക്ക് അതിന്റെ ടൈമും ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. അതാണ് മെക്കാനിക്കൽ ഡയലുകൾ. പിന്നെ അടുത്തത് രണ്ടാമത്തെ പറഞ്ഞത് ലിവർ സ്റ്റൈല്, STYLE സ്റ്റൈൽ. ഒന്നുകൂടെ പറയൂ ആദ്യത്തെ എക്സാമ്പിള്. ആദ്യത്തെ എക്സാമ്പിള് മെക്കാനിക്കൽ ഡയൽ, DIAL. മെക്കാനിക്കൽ ഇൻഡിക്കേറ്റേഴ്സിന് എക്സാമ്പിൾ ആണ് ഞാൻ പറയുന്നത്. മെക്കാനിക്കൽ ഡയൽ, DIAL, മെക്കാനിക്കൽ ഡയൽ. രണ്ടാമത്തെ പറഞ്ഞത് ലിവർ സ്റ്റൈൽ, LEVER, ലിവർ സ്റ്റൈൽ, STYLE, ലിവർ സ്റ്റൈൽ. പിന്നെ നെക്സ്റ്റ് ഇലക്ട്രോണിക് ഡിസ്പ്ലേ. 3 എക്സാമ്പിൾ എഴുതിക്കോ. ഇലക്ട്രോണിക് ഡിസ്പ്ലേ, ഇലക്ട്രോണിക് ഡിസ്പ്ലേ. ഇത് നമ്മൾക്ക് അതിന്റെ ഡിസ്പ്ലേ ദ ഡിവൈസ് ദാറ്റ് ക്യാൻ ബി ഡിസ്പ്ലേ ദ ഇമേജുകള്, വീഡിയോ, ടെക്സ്റ്റ്, ഇതൊക്കെ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇലക്ട്രോണിക് ഡിസ്പ്ലേ എന്ന് പറയുന്നത് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇത് 3 മെക്കാനിക്കൽ ഇൻഡിക്കേറ്റേഴ്സിന് എക്സാമ്പിൾ ആണ്. മെക്കാനിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് എന്തിനാ ഉപയോഗിക്കുന്നത്? ഡിസ്പ്ലേയിങ് റെക്കോർഡഡ് ടൈം, ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി ആൻഡ് പ്രഷർ throughout the time of the sterilization cycle. ഇനി രണ്ടാമത് നമ്മൾ പറഞ്ഞത് കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ആണ്. കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് എന്തിനാ? are designed to react to physical condition inside the sterilizing chamber. ഒരു സ്റ്റെറിലൈസിംഗ് ചേംബറിലെ ഫിസിക്കൽ കണ്ടീഷനോട് പ്രതികരിക്കാൻ വേണ്ടിയിട്ട്, റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് എല്ലാ കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സും. അതിന്റെ എക്സാമ്പിൾ എഴുതിക്കോട്ടോ. കെമിക്കൽ ടേപ്പ്, TAPE, ടേപ്പ്. കെമിക്കൽ ടേപ്പ്, TAPE, കെമിക്കൽ ടേപ്പ്, TAPE. പിന്നെ രണ്ടാമത്തെ എക്സാമ്പിൾ ആണ് ബോവി ഡിക് ടെസ്റ്റ് പാക്ക്. സ്പെല്ലിംഗ് ഞാൻ പറയാം. ബോവി, BOWIE, BOWIE, ബോവി ഡിക്ക്, DICK, ഡിക്ക് ടെസ്റ്റ് പാക്ക്, TEST, ടെസ്റ്റ് പാക്ക്. ബോവി ഡിക്ക് ടെസ്റ്റ് പാക്ക്. ഇത് കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ആണ്. ഇത് CSSD-യിൽ സാധാരണ യൂസ് ചെയ്യുന്നതാണ്. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് കെമിക്കൽ ടേപ്പ് എന്ന് പറഞ്ഞത് ഈ ഓട്ടോക്ലേവിലൊക്കെ യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ അതെന്ന് വെച്ചാൽ അത് എങ്ങനെയാ വെച്ചാൽ യൂസ് ഹീറ്റ് സെൻസിറ്റീവ് ഇങ്ക് ആയിരിക്കും. ഹീറ്റ് സെൻസിറ്റീവ് ഇങ്ക്. അപ്പൊ അത് ഹീറ്റ് ചൂടാകുമ്പോൾ അതിന്റെ ഇപ്പൊ വൈറ്റ് കളർ ആയിരുന്നത് അതിന്റെ കളറ്, അതിലെ വിസിബിൾ പാറ്റേൺസ്, അതിന്റെ ഇത് ചേഞ്ച് ചെയ്യും. അത് 121 ഡിഗ്രി സെന്റിഗ്രേഡിലേക്ക് എത്തുമ്പോഴേക്കും. അതല്ല നമ്മൾ ഓട്ടോക്ലേവിന്റെ ഇത് പറഞ്ഞത് എത്ര ടെമ്പറേച്ചറാ? 121 ഡിഗ്രി സെന്റിഗ്രേഡ്. അപ്പൊ അതിലേക്ക് എത്തുമ്പോഴേക്കും 121 ഡിഗ്രിയിലേക്ക് എത്തുമ്പോഴേക്കും അതിന്റെ കളറ് അവിടെ ചേഞ്ച് ചെയ്യും. അപ്പൊ ഹീറ്റ് സെൻസിറ്റീവ് ഇങ്ക് ആണ്. അപ്പൊ ചൂടടിക്കുമ്പോൾ അത് അതിന്റെ കളറ് ചേഞ്ച് ചെയ്യും. അപ്പൊ നമുക്ക് അതിന്റെ ആ ടെമ്പറേച്ചർ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം. പിന്നെ അതുപോലെ തന്നെ അതിന്റെ എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുന്നത്, അതിനൊക്കെ വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തേക്കുന്നതാണ് കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്. 2 എക്സാമ്പിളാ പറഞ്ഞ കെമിക്കൽ ടേപ്പും പറഞ്ഞു, ബോവി ഡിക്ക് ടെസ്റ്റ് പാക്ക്. അത് രണ്ടും കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സിനും എക്സാമ്പിൾ ആണ്. പിന്നെ നമ്മൾ ലാബിൽ യൂസ് ചെയ്യുമല്ലോ, ലബോറട്ടറിയിൽ യൂസ് ചെയ്യുന്ന മീഥൈൽ ഓറഞ്ച്, ഫിനോഫ്തലിൻ,
തൈമോൾ ബ്ലൂ, ലിറ്റ്മസ് ഒക്കെ pH അളക്കാനായിട്ട് ലിറ്റ്മസ് പേപ്പറിന്റെ കളർ ചേഞ്ച് ആസിഡ് ആൽക്കലിയിലൊക്കെ ബ്ലൂവിന് റെഡ് ആവും, റെഡ് ലിറ്റ്മസ് ബ്ലൂ ആവും, അങ്ങനെ കളർ ചേഞ്ചുകളൊക്കെ വരില്ലേ? അതൊക്കെ നമ്മൾ ഈ ലാബുകളിലൊക്കെ യൂസ് ചെയ്യുന്ന കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ആണ്. മീഥൈൽ ഓറഞ്ച്, ഫിനോഫ്തലിൻ, കേട്ടിട്ടില്ല ഈ പേരുകളൊക്കെ? ഫിനോഫ്തലിൻ, ലിറ്റ്മസ്, ഇതൊക്കെ കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ലാബുകളിലൊക്കെ യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞത് രണ്ടെണ്ണം, അതായത് കെമിക്കൽ ടേപ്പ്, ബോവി ഡിക്ക്, ടെസ്റ്റ് പാക്ക്, ഇതൊക്കെയാണ് സാധാരണ സ്റ്റെറിലൈസേഷൻ CSSD യൂസ് ചെയ്യുന്ന കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്. പിന്നെ മൂന്നാമത്തെ നമ്മൾ പറഞ്ഞത് ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ആണ്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ബയോ ഇൻഡിക്കേറ്റേഴ്സ്. ബയോ ഇൻഡിക്കേറ്റേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. ഇത് ലിവിങ് ക്രീച്ചേഴ്സ് ആണ്, മൈക്രോ ഓർഗാനിസംസ് ആണ്. അതെന്തിനു വേണ്ടിയിട്ടാണ്? ദേ ആർ യൂസ്ഡ് ടു കൺഫേം സ്റ്റെറിലൈസേഷൻ പെർഫോമൻസ്, to verify the sterilization procedure, display the sterilization effect of the production process. Sterilization performance, പിന്നെ അതുപോലെ sterilization procedure, sterilization effect, sterilization effect, അതിന്റെ ഫലം, അതൊക്കെ കൺഫേം ചെയ്യാൻ, സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ടാണ് ബയോളജിക്കൽ ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യുന്നത്. അതിന്റെ എക്സാമ്പിൾ ഒന്ന് എഴുതിക്കോ കേട്ടോ. 2 എക്സാമ്പിൾ പറയാം. ഒരെണ്ണം ഞാൻ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു, പക്ഷെ നമ്മൾ അത് നോട്ട് ചെയ്തില്ലായിരുന്നു. ബാസിലസ് ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സിന് എക്സാമ്പിൾ ആട്ടോ. ബാസിലസ് BACILLUS, ബാസിലസ്. ആക്ടോഫിയേഴ്സ് ATROPHEA. ഓക്കെ, ഒന്നുകൂടെ പറയാം. ബാസിലസ് ആക്ടോഫിയേഴ്സ് ഒരു ബയോളജിക്കൽ ഇൻഡിക്കേറ്റർ ആണ്, ഒരു മൈക്രോ ഓർഗാനിസം ആണ്. ബാസിലസ് BACILLUS, ബാസിലസ് BACILLUS. ആക്ടോഫിയസ് PHAEUS. നെക്സ്റ്റ് ഒന്നും കൂടി എഴുതിക്കോ. സ്റ്റീറോതെർമോഫിലസ് STEARO, STEARO, സ്റ്റീറോതെർമോഫിലസ്. ഒറ്റ വാക്കാട്ടോ. STEARO STEAROTHERMOPHILUS, സ്റ്റീറോതെർമോഫിലസ്. ഇത് ഈ രണ്ട് മൈക്രോ ഓർഗാനിസംസും CSSD നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. കെമിക്കൽ ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്ന മൈക്രോ ഓർഗാനിസം. മാം തെർമോഫിലസിനെ THER ഇല്ലേ? STEARO, സ്റ്റീറോ. തെർമോഫിലസ് THERMOPHILUS, ഒറ്റ വാക്കാണ് സ്റ്റീറോതെർമോഫിലസ്. സ്റ്റീറോതെർമോഫിലസ് ഇത് ഒരു മൈക്രോ ഓർഗാനിസം ആണ്. ബയോളജിക്കൽ ഇൻഡിക്കേറ്റർ ആയിട്ട് CSSD യൂസ് ചെയ്യുന്ന ബയോളജിക്കൽ ഇൻഡിക്കേറ്റർ ആണിത്. അപ്പൊ നമ്മൾ 3 എണ്ണം പറഞ്ഞത്. മെക്കാനിക്കൽ ഇൻഡിക്കേറ്റർ പറഞ്ഞു, അതിന്റെ എക്സാമ്പിൾ ഇപ്പൊ എഴുതി. കെമിക്കൽ ഇൻഡിക്കേറ്റർ 2 എക്സാമ്പിൾ എഴുതി. ബയോളജിക്കൽ ഇൻഡിക്കേറ്റർ അതിനും 2 എക്സാമ്പിൾ എഴുതി. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് CSSD ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ആണ്. CSSD ഡിസ്ട്രിബ്യൂഷൻ, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാന്ന് വെച്ചാൽ എങ്ങനെയാ? എന്താണ്? വിതരണം ചെയ്യുക അല്ലെ? CSSD ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. ഇനി ഇതെങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്? അത് നമ്മൾ പല മെത്തേഡിലാണ്. അതിനകത്ത് ഫസ്റ്റ് വരുന്ന ക്ലീൻ ഫോർ ഡേർട്ടി എക്സ്ചേഞ്ച്, രണ്ടാമത്തെയാണ് റിക്വസിഷൻ സിസ്റ്റം, മൂന്നാമത്തെ ഗ്രോസറി സിസ്റ്റം, ഫോർത്ത് വൺ ക്വാട്ട സിസ്റ്റം. അപ്പൊ അങ്ങനെ 4 ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ആണ് പറഞ്ഞേക്കുന്നത്. ക്ലീൻ ഫോർ ഡേർട്ടി എക്സ്ചേഞ്ച്, റിക്വസിഷൻ സിസ്റ്റം, ഗ്രോസറി സിസ്റ്റം, ക്വാട്ട സിസ്റ്റം. ഇതിനകത്തുനിന്ന് ക്വസ്റ്റ്യൻ എങ്ങനെയാ ചോദിക്കാന്ന് വെച്ചാൽ ഇത് ഏത് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലാണ് ഈ പറഞ്ഞേക്കുന്ന സ്റ്റേറ്റ്മെന്റ്. അപ്പൊ അതിന്റെ താഴെ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടാ തന്നേക്കുന്നത്. അത് ഏത് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലാണ്? വോയിസ് കുറവാണോ? ഇനിയിപ്പോ ഇവിടെ മഴയുടെ ഒക്കെ പ്രശ്നമുണ്ട്, അപ്പൊ അതുകൊണ്ട് ഇനി റേഞ്ചിന്റെ നെറ്റിന്റെ പ്രശ്നമാണോ എന്ന് അറിയില്ല. ക്ലീൻ ഫോർ ഡേർട്ടി എക്സ്ചേഞ്ച്, അതാണ് ഫസ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം.
അപ്പൊ ഇതിനകത്ത് ഈ 4 നിന്നും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഡസ് ദിസ് സ്റ്റേറ്റ്മെന്റ് ബിലോങ് ടു? ഈ താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് അത് ഏത് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലാണ് വരുന്നത്? അങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പൊ ഫസ്റ്റ് നോക്കിയേ, ഫസ്റ്റ് നമ്മൾ പറഞ്ഞ ക്ലീൻ ഫോർ ഡർട്ടി എക്സ്ചേഞ്ച്. A sterilized article is provided at the CSSD issue counter in exchange for a used one at any time. At any time. Okay, ഏത് ടൈം എക്സ്ചേഞ്ചിലും ഉപയോഗിക്കാൻ പറ്റാവുന്ന ഒരു സ്റ്റെറിലൈസ്ഡ് ആർട്ടിക്കിൾസ് CSSD ഇഷ്യൂ കൗണ്ടറിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. A sterilized article is provided at a CSSD issue counter in exchange for a used one at any time. നമുക്ക് ഏത് ടൈം എക്സ്ചേഞ്ചിനും ഉപയോഗിക്കാൻ പറ്റാവുന്ന ഒരു സ്റ്റെറിലൈസ്ഡ് ആർട്ടിക്കിൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് അവർ തരും. ഇത് സെയിം തന്നെ സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് അത് ഏത് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലാണ് വരുന്നതെന്ന് ഓപ്ഷൻ വരുന്നത്. അപ്പൊ അതിനകത്ത് ഇത് ഇപ്പൊ ഫസ്റ്റ് നമ്മൾ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് തരും, എന്നിട്ട് ഈ 4 ഓപ്ഷനും തരും. അപ്പൊ അതിൽ ഏതിലാണ്, ഏത് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലാണ് ആ സ്റ്റേറ്റ്മെന്റ് വരുന്നത്, അങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എക്സാമിന്. ഇനി സെക്കൻഡ് റിക്വസിഷൻ സിസ്റ്റം ആണ്. ആ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം എങ്ങനെയാ. ആർട്ടിക്കിൾസ് നീഡഡ് ആർ ഡിമാൻഡ് ബൈ യൂസേഴ്സ്. യൂസറിന്റെ ഡിമാൻഡ് അനുസരിച്ച് അല്ലെങ്കിൽ റിക്വസ്റ്റ് അനുസരിച്ചായിരിക്കും ഇവിടെ ആർട്ടിക്കിൾസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓൺ എ ഡെയിലി ഓർ റെഗുലർ ബേസിസ്. ഡെയിലി ആയിട്ടോ അല്ലെങ്കിൽ റെഗുലർ ആയിട്ടോ, റെഗുലർ ബേസിലോ and gathered by them at a CSSD counter. യൂസറിന്റെ ഡിമാൻഡ് അനുസരിച്ച് ആവശ്യമായിട്ടുള്ള ആർട്ടിക്കിൾസ് ഡെയിലി ആയിട്ടോ റെഗുലർ ബേസിലോ അവര് CSSD ഇഷ്യൂ കൗണ്ടറിൽ ഗ്യാദർ ചെയ്യുന്നു, ശേഖരിക്കുന്നു. ആ സ്റ്റേറ്റ്മെന്റ് എന്നിട്ട് അത് ഏത് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലാണ് വരുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. അങ്ങനെയാണ് ഇതിന് ചോദിക്കാറ് കേട്ടോ. ആർട്ടിക്കിൾസ് നീഡഡ് ആർ ഡിമാൻഡ് ബൈ യൂസേഴ്സ്. ഡിമാൻഡ് ബൈ യൂസേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം ആ യൂസേഴ്സിന്റെ ഡിമാൻഡ് അനുസരിച്ച്, റിക്വസ്റ്റ് അനുസരിച്ച്. അപ്പൊ തന്നെ നമുക്കറിയാം റിക്വസിഷൻ സിസ്റ്റത്തിൽ വരുന്നതാണ്. ഡിമാൻഡ് ബൈ യൂസേഴ്സ് ഓൺ ഡെയിലി ഓർ റെഗുലർ ബേസിസ് ആൻഡ് ഗ്യാതേർഡ് ബൈ ദം അറ്റ് എ CSSD ഇഷ്യൂ കൗണ്ടർ. ഇനി നെക്സ്റ്റ് തേർഡ് വൺ എന്ന് പറഞ്ഞാൽ ഗ്രോസറി സിസ്റ്റം ആണ്. അതെങ്ങനെയാ ഗ്രോസറി സിസ്റ്റത്തിൽ വരുന്നത്? ഈച്ച് യൂസർ ഡിമാൻഡ് ഫോർ എ സ്പെസിഫിക് പീരീഡ് ആർ ഡെലിവേർഡ് അറ്റ് സ്യൂട്ടബിൾ ഇന്റർവെൽസ് റിഗാർഡ്ലെസ് ഓഫ് വെദർ ദ കണ്ടന്റ് ഹാവ് ബീൻ യൂസ്ഡ് ഓർ നോട്ട്. ഇവിടെ ഒരു ഇതുണ്ട്, കണ്ടന്റ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ, യൂസ് ചെയ്താലും യൂസ് ചെയ്തില്ല, കണ്ടന്റ് ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് പരിഗണിക്കാതെ തന്നെ എന്താ ഓരോ യൂസറിനും ആവശ്യമായിട്ടുള്ള ആർട്ടിക്കിൾസുകള് ഒരു നിശ്ചിത കാലയളവില്, എന്താണ് സ്യൂട്ടബിൾ ഇന്റർവെൽസില് കാലയളവില് വിതരണം ചെയ്യുന്നു. ഡിമാൻഡ് അനുസരിച്ച് തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള ഇന്റർവെൽസിൽ ഡെലിവറി ചെയ്യുന്നു, വിതരണം ചെയ്യുന്നു. അതാണ് ഗ്രോസറി സിസ്റ്റം എന്ന് പറയുന്നത്. ഇവിടെ ഒരു പ്രത്യേകത, കണ്ടന്റ് യൂസ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് പരിഗണിക്കാതെ തന്നെ, വെദർ ദ കണ്ടന്റ് ഹാവ് ബീൻ യൂസ്ഡ് ഓർ നോട്ട്, കണ്ടന്റ് ഉപയോഗിച്ചോ ഇല്ലയോ എന്ന് പരിഗണിക്കാതെ തന്നെ ഓരോ യൂസറിനും ആവശ്യമായിട്ടുള്ള ആർട്ടിക്കിൾസ് ഒരു റെഗുലർ ഇന്റർവെല്ലില്, ഒരു നിശ്ചിത കാലയളവിലുള്ള ഡിമാൻഡ് അനുയോജ്യമായിട്ടുള്ള ഇടവേളകളില് ഡെലിവറി ചെയ്യുന്നു അല്ലെങ്കിൽ വിതരണം ചെയ്യുന്നു. അത് ഗ്രോസറി സിസ്റ്റത്തിലാണ്. അപ്പൊ ആർട്ടിക്കിൾസ് യൂസ് ചെയ്തോ ഇല്ലയോ എന്ന് നോക്കുന്നില്ല. അത് വരുമ്പോൾ തന്നെ നമുക്കറിയാം ഗ്രോസറി സിസ്റ്റം. ഇനി ലാസ്റ്റ് ആണ് ക്വാട്ട സിസ്റ്റം എന്ന് പറയുന്നത്. ക്വാട്ട സിസ്റ്റത്തിൽ എങ്ങനെയാ? The pre-arranged stock level of different items for each user unit are maintained by delivery personnel from CSSD through frequent deliveries. ഓരോ യൂണിറ്റിനും വ്യത്യസ്ത ഇനങ്ങളുടെ മുൻകൂട്ടി ക്രമീകരിച്ചിട്ടുള്ള സ്റ്റോക്ക് ലെവലുകള് CSSD ഇഷ്യൂ കൗണ്ടറിൽ നിന്നും, അവിടെ ആരാ ഡെലിവറി ചെയ്യുന്നതൊക്കെ ഡെലിവറി ഉദ്യോഗസ്ഥര് അവര് പതിവ് ഡെലിവറികൾ വഴി പരിപാലിക്കുന്നു. അതാണ് ക്വാട്ട സിസ്റ്റം എന്ന് പറയുന്നത്. പ്രീ അറേഞ്ച്ഡ് സ്റ്റോക്ക് ലെവൽ ഓഫ് ഡിഫറെന്റ് ഐറ്റംസ്, ഓരോ യൂണിറ്റിനും വ്യത്യസ്തമായിട്ടുള്ള ഇനങ്ങളുടെ മുൻകൂട്ടി ക്രമീകരിച്ച, അതാണ് പ്രീ അറേഞ്ച്ഡ് സ്റ്റോക്ക് ലെവൽ എന്ന് പറയുന്നത്. മുൻ ക്രമീകരിച്ച സ്റ്റോക്ക് ലെവലുകള് CSSD യിൽ നിന്നുള്ള പതിവ് ഉദ്യോഗസ്ഥര്, പേഴ്സണൽസ്
പതിവ് ഡെലിവറികൾ വഴി മെയിൻറ്റെയിൻ ചെയ്യുന്നു. ആർ മെയിൻറ്റെയിൻഡ് ബൈ ഡെലിവറി പേഴ്സണൽ ഫ്രം CSSD ത്രൂ ഫ്രീക്വന്റ് ഡെലിവേഴ്സ്. അപ്പൊ ഇത് ഈ 4 എണ്ണത്തിന്റെ സ്റ്റേറ്റ്മെന്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് ഏത് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ആണ് എഴുതുക. അപ്പൊ ഫസ്റ്റത്തെ നമ്മൾ പറഞ്ഞു ഏതാണ്? ആർട്ടിക്കിൾസ് പ്രൊവൈഡഡ് ബൈ ദ CSSD ഇഷ്യൂ കൗണ്ടർ ഇൻ എക്സ്ചേഞ്ച് ഫോർ എ യൂസ്ഡ് വൺ എനി ടൈം. അറ്റ് എനി ടൈം, ഏത് ടൈം എക്സ്ചേഞ്ചിലും ഉപയോഗിക്കാൻ പറ്റാവുന്ന ഒരു സ്റ്റെറിലൈസ്ഡ് ആർട്ടിക്കിള് ഈ CSSD ഇഷ്യൂ കൗണ്ടറിൽ അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, നൽകിയിട്ടുണ്ട്. റിക്വസിഷൻ സിസ്റ്റം ആകുമ്പോൾ നമ്മൾ പറയുന്നത് ആ ആർട്ടിക്കിൾ നീഡഡ് ആർ ഡിമാൻഡ് ബൈ യൂസേഴ്സ്. അത് കേൾക്കുമ്പോൾ തന്നെ അറിയാം, യൂസറിന്റെ ഡിമാൻഡ് അനുസരിച്ച്, റിക്വസ്റ്റ് അനുസരിച്ചിട്ടാണ് ആർട്ടിക്കിൾസ് ഡെയിലി ആയിട്ടോ റെഗുലർ ബേസിലോ ഡെലിവർ ചെയ്യുന്നത്. ഇനി ഗ്രോസറി സിസ്റ്റത്തിൽ വരുമ്പോൾ എങ്ങനെയാണ്? അതിനകത്ത് നമ്മൾ കണ്ടന്റ് യൂസ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കൂല. അതാണ് വെദർ ദ കണ്ടന്റ് ഹാവ് ബീൻ യൂസ്ഡ് ഓർ നോട്ട്. കണ്ടന്റ് ഉപയോഗിച്ചോ ഇല്ലയോ എന്ന് പരിഗണിക്കാതെ തന്നെ അവര് കണ്ടന്റ് യൂസ് ചെയ്തോ അല്ലെങ്കിൽ ഉപയോഗിച്ചോ ഇല്ലയോ എന്ന് പരിഗണിക്കാതെ തന്നെ ഓരോ യൂസറിന്റെ ഡിമാൻഡ് അനുസരിച്ച് സ്പെസിഫിക് പീരീഡിൽ ഡെലിവറി ചെയ്യുന്നു. സൂട്ടബിൾ ഇന്റർവെൽസിൽ ഡെലിവറി ചെയ്യുന്നു. വാട്ടർ സിസ്റ്റത്തിലാവുമ്പോൾ എന്താണ്? മുൻകൂട്ടി ക്രമീകരിച്ച സ്റ്റോക്ക് ലെവലുകൾ ആ CSSDയിലുള്ള ഡെലിവറി പേഴ്സണലുകൾ പതിവ് ഡെലിവറികൾ വഴി മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നു. 4 സ്റ്റേറ്റ്മെന്റ് പഠിക്കുക, എന്നിട്ട് ഏത് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക. ഇനി നെക്സ്റ്റ് ആണ് അഡ്മിനിസ്ട്രേറ്റീവ് മോണിറ്ററിംഗ്. അഡ്മിനിസ്ട്രേറ്റീവ് ഭരണപരമായിട്ടുള്ള മോണിറ്ററിംഗ്, നിരീക്ഷണങ്ങള്, അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ. അഡ്മിനിസ്ട്രേറ്റീവ് മോണിറ്ററിംഗ് എന്തൊക്കെയാ? വർക്ക് പ്രാക്ടീസസ് മസ്റ്റ് ബി ഓവർസീൻ. ഫുൾ സ്റ്റോപ്പ് ആണ് കേട്ടോ. വർക്ക് പ്രാക്ടീസസ്, തൊഴിൽ പരിശീലനം, അത് ഓവർസീ, മേൽനോട്ടം വഹിക്കുന്നു. അതാണ് അഡ്മിനിസ്ട്രേഷൻ ചെയ്യുന്നത്. വർക്ക് പ്രാക്ടീസ് മസ്റ്റ് ബി ഓവർസീൻ. തൊഴിൽ പരിശീലനം, വർക്ക് പ്രാക്ടീസ് മേൽനോട്ടം വഹിക്കുന്നു. ഇനി നോക്കിയേ, റിട്ടൺ പോളിസി പ്രൊസീജിയർ മസ്റ്റ് ബി സ്ട്രിക്ട്ലി ഫോളോഡ് ബൈ ഓൾ പേഴ്സണൽ റെസ്പോൺസിബിൾ. അവിടെ റിട്ടേൺ പോളിസികൾ, അപ്പൊ ആ CSSDയിലാണെങ്കിലും നമ്മൾ റിട്ടേൺ പോളിസി നയങ്ങളുണ്ട്, പ്രൊസീജിയേഴ്സ് ഉണ്ട്. അത് ആ റെസ്പോൺസിബിൾ ആയിട്ടുള്ള, അതിന് ഉത്തരവാദിത്തപ്പെട്ട പേഴ്സണൽ ഉദ്യോഗസ്ഥര് അത് സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തണം. അത് നിരീക്ഷിക്കേണ്ടത് അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്താണ്. Written policy procedure must be strictly followed by all personnel responsible. ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥര് ആ റിട്ടേൺ പോളിസി പ്രൊസീജിയർ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ളത് മോണിറ്റർ ചെയ്യണം. പിന്നെ അതിന്റെ ഒപ്പം തന്നെ ആൻഡ് അക്കൗണ്ടബിൾ ഫോർ സ്റ്റെറിലൈസിംഗ് ആൻഡ് ഡിസിൻഫെക്ഷൻ ഐറ്റം ആൻഡ് ഫോർ ഹാൻഡ്ലിംഗ് സ്റ്റെറൈൽ സപ്ലൈസ്. പിന്നെ നോക്കിയാൽ അതിന് എന്തിനു ഉത്തരവാദിത്വമുണ്ട്? അക്കൗണ്ടബിൾ ഫോർ സ്റ്റെറിലൈസിംഗ് ആൻഡ് ഡിസിൻഫെക്ഷൻ ഐറ്റം. സ്റ്റെറിലൈസിംഗ് സ്റ്റെറിലൈസ് ചെയ്ത അല്ലെങ്കിൽ ഡിസിൻഫെക്ഷൻ നടത്തിയിട്ടുള്ള ഐറ്റംസിന് അതിന്റെ ഉത്തരവാദിത്വം ഉണ്ടാകും. പിന്നെ അത് ഹാൻഡിൽ ചെയ്യുന്നു, ഹാൻഡിലിംഗ് സ്റ്റെറിലൈസ് സപ്ലൈകളുടെ കൈകാര്യം ചെയ്ത ഹാൻഡിലിങ്ങൾ ഉത്തരവാദിത്വം ഉണ്ടായിരിക്കും അഡ്മിനിസ്ട്രേഷന്. ഓക്കെ, ഇഫ് ദ സ്റ്റെറിലിറ്റി cannot be attained or maintained, ഇനി നോക്കി പ്രോപ്പർ ആയിട്ട് നമുക്ക് സ്റ്റെറിലിറ്റി അറ്റൈൻ ചെയ്തില്ലെങ്കിലോ ദ സിസ്റ്റം ഹാസ് ഫോയിൽഡ്. വാട്ട് ഇസ് ദ മീനിങ് ഫോയിൽഡ്? FOILED, ഫോയിൽഡ്. ഫോയിൽഡ് എന്ന് പറഞ്ഞാൽ എന്താ? പരാജയപ്പെടാം. ഇപ്പൊ ശരിക്കും സ്റ്റെറിലിറ്റി അറ്റൈൻ ചെയ്തില്ലെങ്കിൽ, മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ സിസ്റ്റം ഹാസ് ഫോയിൽഡ്, സിസ്റ്റം പരാജയപ്പെട്ടു പോകും. ഓക്കെ, ഇതാണ് അഡ്മിനിസ്ട്രേറ്റീവ് മോണിറ്ററിങ്. പിന്നെ അതിന്റെ താഴെന്ന് വെച്ചാൽ അഡ്മിനിസ്ട്രേറ്റീവ് മോണിറ്ററിംഗിൽ വരുന്ന കുറച്ച് പോയിന്റുകളാണ് കൊടുത്തേക്കുന്നത്. ഇതും നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ അഡ്മിനിസ്ട്രേറ്റീവ് മോണിറ്ററിംഗ് ഇൻ CSSD? റിലേറ്റഡ് ടു CSSD. അഡ്മിനിസ്ട്രേറ്റീവ് മോണിറ്ററിംഗിന്റെ കീഴിൽ വരുന്ന കുറച്ച് പോയിന്റ്സ് ആണ് വരുന്നത്. അപ്പൊ അതിനകത്ത് എന്തൊക്കെയാന്ന് നോക്കിയേ. ഡീകണ്ടാമിനേറ്റിംഗ്, ടെർമിനലി സ്റ്റെറിലൈസിംഗ് and cleaning all reusable item of disposable item. ഡിസ്പോസിബിൾ ആയിട്ടുള്ള ഐറ്റത്തിൽ നിന്ന് വീണ്ടും നമുക്ക് റീയൂസ്, പുനരുപയോഗിക്കാൻ പറ്റാത്ത ഐറ്റംസ് എന്ത് ചെയ്യുന്നു? ഡീകണ്ടാമിനേറ്റിംഗ് ചെയ്യുന്നു, ടെർമിനലി സ്റ്റെറിലൈസ് ചെയ്യുന്നു, ക്ലീൻ ചെയ്തെടുക്കുന്നു. ഓക്കെ, ഡിസ്പോസിബിൾ ആയിട്ടുള്ള ഐറ്റത്തിൽ നിന്ന് ഇനിയും റീയൂസബിൾ ആയിട്ടുള്ള ഐറ്റംസ്
ഡീകണ്ടാമിനേഷൻ, സ്റ്റെറിലൈസിങ്, ക്ലീനിങ് ഇതെല്ലാം ചെയ്ത് എടുക്കുന്നു. ഇനി നോക്കിയ രണ്ടാമത്തെ പാക്കിംഗ് ആൻഡ് ലേബലിംഗ് ഓഫ് ഐറ്റംസ്. ഐറ്റത്തിന്റെ ഓരോ മെറ്റീരിയൽസിന്റെ പാക്കിംഗ്, ലേബലിംഗ്, പാക്കിംഗ് ആൻഡ് ലേബലിംഗ് ഓഫ് ഐറ്റംസ്. പിന്നെ ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് ദ സ്റ്റെറിലൈസർ. സ്റ്റെറിലൈസർ ലോഡ് ചെയ്യുന്നു, അതുപോലെ തന്നെ അൺലോഡ് ചെയ്യുന്നു. ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് ദ സ്റ്റെറിലൈസർ. നെക്സ്റ്റ് ഓപ്പറേറ്റിംഗ് ദ സ്റ്റെറിലൈസർ. സ്റ്റെറിലൈസർ ഓപ്പറേറ്റ് ചെയ്യുന്നു, പ്രവർത്തിപ്പിക്കുന്നു. സ്റ്റെറിലൈസർ ഓപ്പറേറ്റ് ചെയ്യുന്നു, ഓപ്പറേറ്റിംഗ് ദ സ്റ്റെറിലൈസർ. നെക്സ്റ്റ് പോയിന്റ് ഡിസ്പ്ലേയിങ് ആൻഡ് കീപ്പിംഗ് റെക്കോർഡ് ഓഫ് ഈച്ച് സൈക്കിൾ. ഓക്കെ, ഡിസ്പ്ലേ ചെയ്യുക എന്ന് വെച്ചാൽ എന്താ? ഡിസ്പ്ലേയിങ്, പ്രദർശിപ്പിക്കുക. ഡിസ്പ്ലേയിങ് ആൻഡ് കീപ്പിംഗ് റെക്കോർഡ്സ്, ഓരോ റെക്കോർഡ്സുകളും കീപ്പ് ചെയ്യുന്നു. ഓഫ് ഈച്ച് സൈക്കിൾ, ഓരോ സ്റ്റെറിലൈസേഷൻ സൈക്കിളുമായിട്ട് ബന്ധപ്പെട്ടുള്ള റെക്കോർഡുകൾ കീപ്പ് ചെയ്യുകയും അത് ഡിസ്പ്ലേ ചെയ്യുകയും പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നു. നെക്സ്റ്റ് പോയിന്റ് അഡ്ഹിയറിംഗ് ടു സേഫ്റ്റി മെഷേഴ്സ് ആൻഡ് പ്രിവെന്റീവ് മെയിൻ്റനൻസ് പ്രോട്ടോകോൾ. അഡ്ഹിയറിംഗ് എന്ന് പറഞ്ഞാൽ പരിപാലിക്കുക. അഡ്ഹിയറിംഗ് പരിപാലിക്കുക. സോ എന്തൊക്കെയാണെന്ന് നോക്കിയേ? സേഫ്റ്റി മെഷേഴ്സ് ആൻഡ് പ്രിവെന്റീവ് മെയിൻ്റനൻസ് പ്രോട്ടോകോൾ പരിപാലിക്കുക. സേഫ്റ്റി, ഓരോ CSSD-യിൽ ഉള്ള സേഫ്റ്റി മെഷേഴ്സ് ഉണ്ടാവുമല്ലോ, അതുപോലെ തന്നെ അപകടങ്ങളൊക്കെ വരാതിരിക്കാനുള്ള പ്രിവെന്റീവ് മെയിൻ്റനൻസ് പ്രോട്ടോകോളുകളും അവിടെ ഉണ്ടാവും. അത് പരിപാലിക്കുക, അഡ്ഹിയർ ചെയ്യുക. സ്റ്റോറിംഗ് ഓഫ് സ്റ്റെറൈൽ ഐറ്റംസ്. അടുത്തത് സ്റ്റോറിംഗ് ഓഫ് സ്റ്റെറൈൽ ഐറ്റംസ്. സ്റ്റെറിലൈസ് ചെയ്ത ഐറ്റംസ് സ്റ്റോർ ചെയ്യുക. നെക്സ്റ്റ് ഹാൻഡ്ലിംഗ് സ്റ്റെറൈൽ ഐറ്റംസ്. അവിടെ ഒന്ന് കറക്റ്റ് ചെയ്തേ, ഇവിടെ നെയിംസ് എഴുതി വെച്ചേക്കുന്നത്. നിങ്ങളുടെ നോട്ടിൽ ഒന്ന് കറക്റ്റ് ചെയ്യുക. ഹാൻഡ്ലിംഗ് സ്റ്റെറൈൽ ഐറ്റംസ്, ITEMS. ഹാൻഡ്ലിംഗ് സ്റ്റെറൈൽ ഐറ്റം റെഡി ഫോർ യൂസ്. ഉപയോഗത്തിന് തയ്യാറായ സ്റ്റെറൈൽ ഐറ്റംസ് ഹാൻഡിൽ ചെയ്യുക. ഹാൻഡ്ലിംഗ് സ്റ്റെറൈൽ ഐറ്റംസ് റെഡി ഫോർ യൂസ്. നെക്സ്റ്റ് ലാസ്റ്റ് പോയിന്റ് മേക്കിംഗ് സ്റ്റെറൈൽ ട്രാൻസ്ഫർ ടു എ സ്റ്റെറൈൽ ഫീൽഡ്. സ്റ്റെറൈൽ ഫീൽഡിലേക്ക് സ്റ്റെറൈൽ ട്രാൻസ്ഫർ നടത്തുക. ഇത്രയും കാര്യങ്ങളും അഡ്മിനിസ്ട്രേറ്റീവ് മോണിറ്ററിംഗിന്റെ കീഴിൽ വരുന്നതാണ്. ഒന്നുകൂടി നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ആരെങ്കിലൊക്കെ ഒന്ന് വായിച്ചേ. ഐശ്വര്യ, ഫസ്റ്റത്തെ ഒരു 3 പോയിന്റ് ഒന്ന് വായിച്ചേ. Yes, ma'am. Decontaminating, terminally sterilizing, and cleaning all reusable items of disposable items. ഡിസ്പോസിബിൾ ആയിട്ടുള്ള ഐറ്റത്തിൽ നിന്ന് ഇനി നമുക്ക് വീണ്ടും ഉപയോഗിക്കാൻ പറ്റാവുന്ന റീയൂസബിൾ ആയിട്ടുള്ള ഐറ്റംസ് ഡീകണ്ടാമിനേറ്റ് ചെയ്യുക, സ്റ്റെറിലൈസ് ചെയ്യുക, ക്ലീൻ ചെയ്തെടുക്കുക. ഓക്കെ. Second one, packaging and labeling of items. ഐറ്റംസിന്റെ പാക്കേജിങ്ങും ലേബലിങ്ങും. ഓക്കെ. Third one, loading and unloading the sterilizer. സ്റ്റെറിലൈസർ ലോഡ് ചെയ്യുക, അതുപോലെ തന്നെ അൺലോഡ് ചെയ്യുക. ഓക്കെ, വെരി ഗുഡ്. പ്രിയ, നെക്സ്റ്റ് പോയിന്റ് വായിച്ചേ. പ്രിയ പോൾ. Operating the sterilizer. ഓപ്പറേറ്റിംഗ് ദ സ്റ്റെറിലൈസർ. സ്റ്റെറിലൈസർ ഓപ്പറേറ്റ് ചെയ്യുക, പ്രവർത്തിപ്പിക്കുക. പിന്നെ Displaying and keeping records of each ഓരോ സ്റ്റെറിലൈസേഷൻ സൈക്കിളുമായിട്ട് ബന്ധപ്പെട്ടുള്ള റെക്കോർഡുകൾ കീപ്പ് ചെയ്യുക, സംരക്ഷിക്കുകയും അത് ഡിസ്പ്ലേ ചെയ്യുകയും പ്രദർശിപ്പിക്കുകയും ചെയ്യുക. ഓക്കെ. Adhering to safety measure and preventive maintenance protocol. അഡ്ഹിയറിംഗ് എന്ന് വെച്ചാൽ പരിപാലിക്കുക. ടു സേഫ്റ്റി മെഷേഴ്സും പ്രിവെന്റീവ് മെയിൻ്റനൻസ് പ്രോട്ടോകോളും പരിപാലിക്കുക, അത് കീപ്പ് ചെയ്യുക, സംരക്ഷിക്കുക. ഓക്കെ. നെക്സ്റ്റ് ആൻസി. നെക്സ്റ്റ് പോയിന്റ് പറഞ്ഞേ, 3 Storing of sterile items, handling sterile names. സ്റ്റെറൈൽ ഐറ്റംസ് സ്റ്റോർ ചെയ്യുക. പിന്നെ sterile items ready for use. റെഡി ഫോർ യൂസ്, ഉപയോഗത്തിന് തയ്യാറായിട്ടുള്ള സ്റ്റെറൈൽ ഐറ്റംസ് ഹാൻഡിൽ ചെയ്യുക. പിന്നെ ലാസ്റ്റ് പോയിന്റ് വായിക്കാൻ പറ്റുന്നില്ല മാം. വായിക്കാൻ പറ്റില്ല. And making sterile transfer to a sterile field. Okay, making sterile transfer to a sterile field. സ്റ്റെറൈൽ ഫീൽഡിലേക്ക് സ്റ്റെറൈൽ ട്രാൻസ്ഫർ ചെയ്യുക. ഓക്കെ, പോയിന്റ്സുകൾ ക്ലിയർ അല്ലേ? Oh yes ma'am.
ഓക്കെ, ഇതെല്ലാം അഡ്മിനിസ്ട്രേറ്റീവ് മോണിറ്ററിംഗിന്റെ കീഴിൽ വരുന്ന കാര്യങ്ങളാണ്. ഇനി നെക്സ്റ്റ് ലാസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന ജോബ് റെസ്പോൺസിബിലിറ്റി. അത് നമ്മൾ ഓരോന്നും പഠിക്കുമ്പോൾ മിക്കതിലും ഉണ്ട്. ഇപ്പൊ നമ്മള് ബ്ലഡ് ബാങ്ക് പഠിച്ചു, അപ്പൊ അതിനകത്ത് ജോബ് റെസ്പോൺസിബിലിറ്റി ഓഫ് ബ്ലഡ് ബാങ്ക് മാനേജർ പഠിച്ചില്ലേ? അതുപോലെ ഇവിടെ നോക്കിയാൽ CSSD ജോബ് റെസ്പോൺസിബിലിറ്റി ഓഫ് എ CSSD മാനേജർ ഓർ ഇൻചാർജ്. ഓക്കെ, CSSD മാനേജറിന്റെ ജോബ് റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണ്, അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? ഫസ്റ്റ് നോക്കിയേ, ഓവറോൾ സൂപ്പർവിഷൻ ഓഫ് ദ CSSD മൊത്തത്തിലുള്ള സൂപ്പർവിഷൻ നടത്തുക. ഓക്കെ, എല്ലാ കാര്യങ്ങളും സൂപ്പർവൈസ് ചെയ്യുക. ഓവറോൾ സൂപ്പർവിഷൻ ഓഫ് ദ CSSD. നെക്സ്റ്റ്, ഡിസ്പ്ലേയിങ് ദ സ്റ്റെറിലൈസേഷൻ പ്രോസസ്. അടുത്തത് ഡിസ്പ്ലേ ചെയ്യുക, പ്രദർശിപ്പിക്കുക. സ്റ്റെറിലൈസേഷൻ പ്രോസസ് ഡിസ്പ്ലേ ചെയ്യുക. നെക്സ്റ്റ് തേർഡ് പോയിന്റ്, സൂപ്പർവൈസിങ്, ഗൈഡിങ് ആൻഡ് ട്രെയിനിങ് സ്റ്റാഫ്. സ്റ്റാഫുകളെ സൂപ്പർവൈസ് ചെയ്യുക, അവർക്ക് ആവശ്യത്തിനുള്ള ഗൈഡിങ് കൊടുക്കുക, അവർക്ക് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുക, നൽകുക. നെക്സ്റ്റ് ഫോർത്ത് പോയിന്റ്, ഡയറക്റ്റിംഗ് ദ ഡ്യൂട്ടി റോസ്റ്റർ ആൻഡ് റെക്കോർഡ്സ്. ഡ്യൂട്ടി റോസ്റ്റർ എന്ന് പറഞ്ഞാൽ ജോലി വിവര പട്ടികകൾ, അവരുടെ ടൈമിൽ കയറുന്നതും ഷിഫ്റ്റിന്റെ കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉള്ളത്. ഡ്യൂട്ടി റോസ്റ്റർ ആൻഡ് റെക്കോർഡ്സ്. അപ്പോൾ അത് ഡയറക്റ്റ് ചെയ്യുക. ഡയറക്റ്റിംഗ് ഡ്യൂട്ടി റോസ്റ്റർ ആൻഡ് റെക്കോർഡ്സ്. ജോലി സമയ പട്ടിക, അതാണ് ഡ്യൂട്ടി റോസ്റ്റർ എന്ന് പറയുന്നത്. അതുപോലെ റെക്കോർഡുകളൊക്കെ ഡയറക്റ്റ് ചെയ്യുക. പിന്നെ അലോട്ടിംഗ് റിസോഴ്സ് അനുവദിക്കുക. റിസോഴ്സുകൾ അനുവദിക്കുക. അലോട്ട് ചെയ്യുക എന്ന് വെച്ചാൽ അനുവദിക്കുക. റിസോഴ്സുകൾ അനുവദിക്കുക. CSSD ആവശ്യമായിട്ടുള്ള റിസോഴ്സുകൾ അനുവദിച്ചു കൊടുക്കുക. നെക്സ്റ്റ്, കോസ്റ്റ് കൺട്രോൾ മെഷർ ടു സ്ക്രൂട്ടിനൈസ്. സ്ക്രൂട്ടിനൈസ്, വാട്ട് ഈസ് ദ മീനിങ്? സ്ക്രൂട്ടിനൈസ്, SCRUTINISE, സൂക്ഷ്മ പരിശോധന. സൂക്ഷ്മ പരിശോധനയാണ് സ്ക്രൂട്ടിനൈസ് എന്ന് പറയുന്നത്. കോസ്റ്റ് കൺട്രോൾ മെഷർ ടു സ്ക്രൂട്ടിനൈസ് ആൻഡ് ഡിക്രീസ് ദ നമ്പർ ഓഫ് സൈക്കിൾ. കണ്ടോ, കോസ്റ്റ് ചെലവ് കുറയ്ക്കാനുള്ള കോസ്റ്റ് കൺട്രോൾ മെഷർ ടു സ്ക്രൂട്ടിനൈസ്, സൂക്ഷ്മ പരിശോധന നടത്തുക. ആൻഡ് ഡിക്രീസ് ദ നമ്പർ ഓഫ് സൈക്കിൾ, നമ്പർ ഓഫ് സൈക്കിള് ഡിക്രീസ് ചെയ്യുക, നമ്പർ കുറയ്ക്കുക, സൈക്കിളിന്റെ നമ്പർ കുറയ്ക്കുക. കോസ്റ്റ് കൺട്രോൾ മെഷേഴ്സ് സൂക്ഷ്മമായിട്ട് പരിശോധിക്കുക. ലാസ്റ്റ് പോയിന്റ്, ഇൻവെന്ററി മാനേജ്മെന്റ് ഓഫ് സപ്ലൈസ് ആൻഡ് കൺസ്യൂമബിൾസ്. ഇൻവെന്ററി മാനേജ്മെന്റ്, നമ്മൾ യൂസ് ചെയ്യുന്ന കൺസ്യൂമബിൾ ഉപഭോഗ വസ്തുക്കളുടെയും സപ്ലൈകളുടെയും ഇൻവെന്ററി മാനേജ് ചെയ്യുക, നിയന്ത്രിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ആവശ്യത്തിനുള്ള കാര്യങ്ങൾ സപ്ലൈ ചെയ്യുക, അങ്ങനെയുള്ളതൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ളത് നമ്മൾ കൺസ്യൂം ചെയ്യുന്നതിന്റെയും സപ്ലൈ ചെയ്യുന്നതിന്റെയൊക്കെ ഇൻവെന്ററി, ആ വിവര പട്ടികകളൊക്കെ മാനേജ് ചെയ്യുക. ഓക്കെ, ഇൻവെന്ററി മാനേജ്മെന്റ് ഓഫ് സപ്ലൈസ് ആൻഡ് കൺസ്യൂമബിൾസ്. ഓക്കെ, അപ്പൊ അത്രയേ ഉള്ളൂ. നമ്മുടെ CSSD പറഞ്ഞ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. ജോബ് റെസ്പോൺസിബിലിറ്റി നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഓവറോൾ സൂപ്പർവിഷൻ ഓഫ് ദ CSSD മൊത്തത്തിലുള്ള സൂപ്പർവിഷൻ. ഡിസ്പ്ലേയിങ് ദ സ്റ്റെറിലൈസേഷൻ പ്രോസസ് പ്രദർശിപ്പിക്കുക, ഡിസ്പ്ലേ ചെയ്യുക. നെക്സ്റ്റ്, സൂപ്പർവൈസിങ്, ഗൈഡിങ് ആൻഡ് ട്രെയിനിങ് സ്റ്റാഫുകളെ സൂപ്പർവൈസ് ചെയ്യുക, അവരെ ഗൈഡ് ചെയ്യുക, അവരെ ട്രെയിനിങ്, അവർക്ക് ആവശ്യമുള്ള ട്രെയിനിങ്ങുകൾ കൊടുക്കുക. പിന്നെ ഡയറക്റ്റിംഗ് ദ ഡ്യൂട്ടി റോസ്റ്റർ ആൻഡ് റെക്കോർഡ്സ്. ഡ്യൂട്ടി റോസ്റ്റർ, സമയവിവര പട്ടിക, ജോലിയുമായിട്ട് ബന്ധപ്പെട്ട സമയ പട്ടികകള്, റെക്കോർഡ്സുകളൊക്കെ ഡയറക്റ്റ് ചെയ്യുക. പിന്നെ അലോട്ടിംഗ് റിസോഴ്സ്, CSSD ആവശ്യമായിട്ടുള്ള റിസോഴ്സുകൾ അനുവദിക്കുക, അലോട്ട് ചെയ്യുക. പിന്നെ സെക്കൻഡ് ലാസ്റ്റ്, കോസ്റ്റ് കൺട്രോൾ മെഷർ ടു സ്ക്രൂട്ടിനൈസ് ആൻഡ് ഡിക്രീസ് ദ നമ്പർ ഓഫ് സൈക്കിൾ. കോസ്റ്റ്, ചെലവ് ചുരുക്കാനുള്ള, കൺട്രോൾ ചെയ്യാനുള്ള മെഷേഴ്സ്, നടപടികളൊക്കെ സൂക്ഷ്മമായി പരിശോധിക്കുക. നമ്പർ ഓഫ് സൈക്കിള്, അതിന്റെ എണ്ണം ഡിക്രീസ് ചെയ്യുക, കുറയ്ക്കുക. ലാസ്റ്റ് പോയിന്റ്, ഇൻവെന്ററി മാനേജ്മെന്റ് ഓഫ് സപ്ലൈസ് ആൻഡ് കൺസ്യൂമബിൾസ്. ഉപഭോഗ വസ്തുക്കളുടെയും സപ്ലൈകളുടെയും ഇൻവെന്ററി മാനേജ് ചെയ്യുക. ഓക്കെ, ക്ലിയർ ആണോ? ആ പോയിന്റ്സുകള് ചെറിയ ചെറിയ പോയിന്റ്സ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. അത് പഠിക്കാനും എളുപ്പമുണ്ട്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നമുക്ക് ചോദിക്കാം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ദ ജോബ് റെസ്പോൺസിബിലിറ്റി ഓഫ് എ CSSD മാനേജർ. അല്ലെങ്കിൽ ചോദിക്കാം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ജോബ് റെസ്പോൺസിബിലിറ്റി ഓഫ് CSSD മാനേജർ. അപ്പൊ ഈ പോയിന്റ്സുകൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അറിയാലോ CSSD മാനേജറിന്റെ ജോബ് റെസ്പോൺസിബിലിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്തത് ഏതാണ്, ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതാന്ന് അറിയാൻ പറ്റുമല്ലേ? ഈ പോയിന്റ്സുകൾ നോക്കി കഴിയുമ്പോ എല്ലാം നമുക്ക് മനസ്സിലാവുന്നത് തന്നെയല്ലേ?
സ്റ്റെറിലൈസേഷൻ എന്ന് ആ ഒരു വേർഡ് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം CSSD ആയിട്ട് ബന്ധപ്പെട്ടതാണ്. സ്റ്റാഫുകളെ ട്രെയിനിങ് കൊടുക്കുക, അതൊക്കെ എന്താ CSSD മാനേജറിന്റെ ജോബ് റെസ്പോൺസിബിലിറ്റി ആണ്. ഓക്കെ, ഇതിൽ എന്തെങ്കിലും പോയിന്റ്സ് ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണോ? കോട്ട സിസ്റ്റം ഒന്നുകൂടി പറഞ്ഞു തരുമോ? ഏതാണ്? നമ്മുടെ CSD ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലെ ലാസ്റ്റ് പോയിന്റ് കോട്ട സിസ്റ്റം. കോട്ട സിസ്റ്റം, അതൊന്നുകൂടി പറയാനാണോ? അതെ, ഒന്നുകൂടി പറയാം. അപ്പൊ നമ്മള് ഡിസ്ട്രിബ്യൂഷൻ CSSD ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൽ 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്തേക്കുന്നതിന് പറഞ്ഞു. ഫസ്റ്റത്തെ ക്ലീൻ ഫോർ ഡേർട്ടി എക്സ്ചേഞ്ച്, റിക്വസിഷൻ സിസ്റ്റം, ഗ്രോസറി സിസ്റ്റം, ക്വാട്ട സിസ്റ്റം. ക്വാട്ട സിസ്റ്റം എന്ന് പറഞ്ഞപ്പോ അതിനകത്ത് ആ സ്റ്റേറ്റ്മെന്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. 4 സ്റ്റേറ്റ്മെന്റ് പോലെ തന്നേക്കണം. ആ സ്റ്റേറ്റ്മെന്റ് സെയിം സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് അത് ഏത് സിസ്റ്റത്തിൽ, ഏത് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലാണ് വരുന്നത് എന്നായിരിക്കും എക്സാമിന് ചോദിക്കുന്നത്. അപ്പൊ ലാസ്റ്റ് പറഞ്ഞത് ക്വാട്ട സിസ്റ്റം ആണ്. ക്വാട്ട സിസ്റ്റം എന്ന് വെച്ചാൽ പ്രീ അറേഞ്ച്ഡ് സ്റ്റോക്ക് ലെവൽ, പ്രീ അറേഞ്ച്ഡ് മുൻകൂട്ടി ക്രമീകരിച്ചിട്ടുള്ള സ്റ്റോക്ക് ലെവല് ഓഫ് ഡിഫറെന്റ് ഐറ്റംസ് ഓഫ് ഈച്ച് യൂസർ യൂണിറ്റ് ആർ മെയിൻറ്റെയിൻ. ആരാ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ബൈ ഡെലിവറി പേഴ്സണൽ ഫ്രം CSSD ത്രൂ ഫ്രീക്വന്റ് ഡെലിവേഴ്സ്. ഓരോ യൂണിറ്റിനും വ്യത്യസ്തമായ ഇനങ്ങളുടെ പ്രീ അറേഞ്ച്ഡ് ആയിട്ടുള്ള സ്റ്റോക്ക് ലെവലുകൾ CSSDയിൽ നിന്നുള്ള ഡെലിവറി പേഴ്സണൽസ്, ഡെലിവറി ഉദ്യോഗസ്ഥര് അവരുടെ പതിവ് ഡെലിവറികൾ വഴി മെയിൻറ്റെയിൻ ചെയ്യുന്നു, പരിപാലിക്കുന്നു. ഇങ്ങനെ തന്നെ സെയിം തന്നെ ആ സ്റ്റേറ്റ്മെന്റ് തരും. ആ സ്റ്റേറ്റ്മെന്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അത് ഏത് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലാണെന്ന് എഴുതുക. അത്രേ ഉള്ളൂ. അതിൽ നിന്ന് കൂടുതൽ ഡീറ്റെയിൽ ഒന്നും ചോദിക്കില്ല. ഇങ്ങനെയാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ളത്. ആ സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് ഏതാ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. ഓക്കെ, ഇനി എന്നാ നിങ്ങൾ നോട്ട്ബുക്ക് എടുത്തേ, നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് എഴുതാം ഈ ഒരു ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട്. കുറെയൊക്കെ നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ കുറെ നമ്മൾ പറഞ്ഞായിരുന്നു. നമുക്ക് കുറച്ചൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പാൻഡ് SSI. എല്ലാവരും എക്സ്പാൻഡ് SSI. What is expanded form? Surgical site infection. Okay, very good. Surgical site infection. Surgical site infection. Second question. From an infection control view, view. Second question, from an infection control view. First, നമ്മുടെ ചാപ്റ്ററിന്റെ ഫസ്റ്റ് സെന്റൻസ് ആണ്. From an infection control view, it is necessary to make sure that proper necessary to make sure that proper disinfection of surgical of ഡിസ്ഇൻഫെക്ഷൻ കഴിഞ്ഞിട്ട് എന്താ പറഞ്ഞേ? ഒന്നുകൂടെ പറയാം. From an infection control view, it is necessary to make sure that proper dash അവിടെ proper dash of surgical equipment is done. Excuse me, ma'am. Proper disinfection of surgical equipment is done. അവിടെ ഡിസ്ഇൻഫെക്ഷൻ എന്നുള്ളത് നമ്മൾ അത് എന്താ അവിടെ ഫില്ല് ചെയ്യാനായിട്ടുള്ള രീതിയിൽ എഴുതാം കേട്ടോ. അതിന്റെ അടിയിൽ വരച്ചു.
From an infection control view, it is necessary to make sure that proper dash of surgical equipment is done. ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ വ്യൂ അനുസരിച്ച് നമ്മൾ എന്ത് ഉറപ്പാക്കണം എന്നാ പറഞ്ഞേക്കണേ? പ്രോപ്പർ ഡിസ്ഇൻഫെക്ഷൻ ചെയ്യണം. സർജിക്കൽ എക്യുപ്മെന്റ് ഈസ് ഡൺ. നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ. സൈസ് SIZD, size and location, size and location, size and location, size and location of CSSD, size and location of CSSD differs, DIFERS, differs according to dash. Size and location of CSSD differs according to dash. Hospital management. Okay, very good. Hospital management. Hospital management അനുസരിച്ച് CSSD സൈസും ലൊക്കേഷനും ഒക്കെ വ്യത്യാസപ്പെട്ടിരിക്കും. Next question. Which of the following is a function of CSSD? Which of the following is a function of CSSD? അവിടെ തന്നിരിക്കുന്നവയിൽ CSSD ഫംഗ്ഷൻ ഏതാണെന്ന് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻസ് എഴുതിക്കോ. To supply, sterilized materials, to supply sterilized materials. Second option B, to avoid, AVOID, to avoid duplication of expensive equipments. To avoid duplication of expensive equipments. Option C, to maintain, MAINTAIN, and to maintain an inventory of, to maintain an inventory of supplies and equipment. To maintain an inventory of supplies and equipment. Option D, all of the above. All of the above. ഇത് മൂന്ന് നോക്കിയ ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഫംഗ്ഷനിൽ വന്നേക്കുന്നതാണ്. മൂന്ന് ഓപ്ഷനും CSSD ഫംഗ്ഷനിൽ വരുന്നതാണ്. ആൻസർ all of the above. Next question. The CSSD layout should be designed. The CSSD layout should be designed. DESIGNED. Should be designed in a dash. Unidirectional. Okay, very good. Tell me, unidirectional flow. അതെ മാം. Okay. Unidirectional. CSSD layout should be designed in a unidirectional flow. ഒറ്റ ഡയറക്ഷനിലേക്ക് മാത്രമേ ഉള്ളൂ. നമ്മൾ റിസീവ് ചെയ്യുന്ന ഏരിയ, ആ റിസീവ് ചെയ്യുന്ന ഏരിയയും അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഏരിയയും ഒത്തിരി വ്യത്യാസം ഉണ്ടായിരിക്കും. ഒരിക്കലും റിസീവ് ചെയ്യുന്ന ഏരിയയിൽ കൂടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യില്ല, അത് വേറെ വേറെ ആയിരിക്കും. അതുകൊണ്ടാണ് യൂണി ഡയറക്ഷണൽ ഫ്ലോ എന്ന് പറയുന്നത്. ഓക്കെ,
CSSD layout should be designed in a unidirectional flow. ഈ ക്വസ്റ്റ്യന്റെ ആൻസേഴ്സ് ഒക്കെ നമ്മൾ എഴുതുന്നതിന്റെ ഒപ്പം തന്നെ നിങ്ങൾ പഠിച്ചു പോക്കോളണം കേട്ടോ. ഇനി ഇത് പഠിക്കാനായിട്ട് പ്രത്യേകം ടൈം എടുക്കണ്ട. നമ്മൾ ഒരു ചാപ്റ്റർ കഴിയുമ്പോൾ ക്വസ്റ്റ്യൻസ് എഴുതുമ്പോൾ അത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിച്ചു പോവുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, items used from several departments, of the hospital, items used from several departments of the hospital are transferred, transferred, transferred to CSSD, Ma'am, dash. Hospital are transferred, transferred, transferred to CSSD for dash. Items used from several departments of the hospital are transferred to CSSD for dash. എന്തിനു വേണ്ടിയിട്ടാ? Sterilization. Cleaning and sterilization. Sterilization എന്നാണ് ആൻസർ എങ്കിൽ ഓപ്ഷൻ നോക്കുക, അതെങ്കിൽ അത് എഴുതുക. ക്ലീനിങ് എന്നാണെങ്കിൽ അത് എഴുതുക. രണ്ടും തന്നിട്ടുണ്ടെങ്കിൽ അത് എഴുതുക. ഓക്കെ, ക്ലീനിങ് ആൻഡ് സ്റ്റെറിലൈസേഷൻ എന്നാണ് നമ്മുടെ ഓപ്ഷൻ കൊടുത്തേക്കുന്നെങ്കിൽ അത് എഴുതുക. ക്ലീനിങ് മാത്രമേ ഉള്ളെങ്കിൽ അത് എഴുതുക. സ്റ്റെറിലൈസേഷൻ മാത്രമേ ഉള്ളെങ്കിൽ അത് എഴുതുക. ഓക്കെ, ക്ലീനിങ് ആൻഡ് സ്റ്റെറിലൈസേഷൻ. ഇനി ഇവിടെ ഞാൻ ഇത് തരുന്നില്ല. ഓർഗാനോഗ്രാം ഞാൻ പറഞ്ഞായിരുന്നു, അതിന്റെ ഓർഡർ തെറ്റിച്ച് എക്സാമിന് തരും. എന്നിട്ട് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓർഗാനോഗ്രാം ഈസ് കറക്റ്റ്, അങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഓക്കെ, ഇൻ CSSD അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പൊ അത് നിങ്ങൾ ആ ഓർഗാനോഗ്രാം ഒന്നും കറക്റ്റ് എഴുതിയാൽ മതി. ഇനി അത് ഓപ്ഷൻ ഞാൻ തെറ്റിച്ച് തരുന്നില്ല, അത് നോക്കുക. പിന്നെ വർക്ക് ഫ്ലോയും അതിന്റെ ആരോ മാർക്ക് ഇട്ട് അത് തന്നിട്ടുണ്ട്. അത് രണ്ടിനും ക്വസ്റ്റ്യൻ ഒന്നും ഇട്ടിട്ടില്ല, അത് നിങ്ങൾ ഒന്ന് നോക്കിയാൽ മതി. പിന്നെ ഫംഗ്ഷൻ ഏരിയ, 6 ഫംഗ്ഷണൽ ഏരിയ എന്ന് പറഞ്ഞു, അതും നോക്കുക ഏതൊക്കെയാണെന്ന് കേട്ടോ. ഫംഗ്ഷൻ ഏരിയാസ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കുക. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതാം. which machine is used for which machine is used for cleaning surgical tools? Which machine is used for cleaning surgical tools? ഏത് മെഷീനാ? ഒരു പേര് പഠിച്ചല്ലോ. ultrasonic washer. Ultrasonic washer. Ultrasonic washer. Next question. Ultrasonic washer. Next question. In ultrasonic washer machine, turns high frequency sound waves into dash. ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയോ? In ultrasonic washer machine, turns high Mechanical. turns turns high frequency sound waves into dash. Sound waves ne endakya maatunne?
വൈബ്രേഷൻസ് Mechanical സൗണ്ട് വേവ്സിനെ മെക്കാനിക്കൽ വൈബ്രേഷൻസ് ആക്കിയാ മാറ്റുന്നത്. മെക്കാനിക്കൽ വൈബ്രേഷൻസ്. Next question. After the tools are washed, after the tools are washed, comma, after the tools are washed, comma, they are dried, ഉണങ്ങുക, DRIED, they are dried in oven dryer, dried in oven dryer and transferred to dash. packing area. പാക്കിംഗ് Okay, ഏരിയ very good. Packing area, അല്ലേ? വാഷ് ചെയ്ത് ഓവൻ ഡ്രയറിൽ വെച്ച് ഡ്രൈ ചെയ്തിട്ട് നെക്സ്റ്റ് പോകുന്നത് പാക്കിംഗ് ഏരിയയിലേക്കാണ്. Okay, packing area. After the tools are washed, they are dried in oven dryer and transferred to packing area. Next question. Cleaned, CLEANED, cleaned and dried, cleaned and dried. Instruments are cleaned and dried. Instruments are packed, packed before dash. സ്റ്റെറിലൈസേഷൻ Packed before എന്തിനു മുന്നേ പാക്ക് ചെയ്യാം? Packed before sterilization. സ്റ്റെറിലൈസേഷൻ അറിയില്ലാത്തവര് ഇപ്പൊ പഠിച്ചു പോവുക കേട്ടോ. ക്വസ്റ്റ്യൻ. ക്ലീൻഡ് ആൻഡ് ഡ്രൈഡ് ഇൻസ്ട്രുമെന്റ്സ് ആർ പാക്ഡ് ബിഫോർ സ്റ്റെറിലൈസേഷൻ. സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നതിന് മുന്നേ പാക്ക് ചെയ്യും. നെക്സ്റ്റ് വൺ. പ്ലാസ്റ്റിക് ബാഗ്സ് ആർ, പ്ലാസ്റ്റിക് ബാഗ്, BAGS bags are used for dash sterilization. Plastic bags are used for dash sterilization. ETO സ്റ്റെറിലൈസേഷൻ ETO sterilization. ETO sterilization. Next one. After packing and sealing, the instruments are, after packing and sealing, the instruments are transferred for dash. Sterilization. Okay, very good. Sterilization. After packing and sealing, the instruments are transferred for sterilization. Packing and sealing കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഇൻസ്ട്രുമെന്റ്സ് പോകുന്നത് സ്റ്റെറിലൈസേഷൻ ഏരിയയിലേക്കാണ്. Okay. Next question. Dash is the most affordable, 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 method of sterilization. Sterilization method മൂന്നെണ്ണം പറഞ്ഞു. അതിൽ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള മെത്തേഡ്, ഏറ്റവും കോസ്റ്റ് ഫ്രണ്ട്ലി മെത്തേഡ് ഏതാ? Autoclave. Autoclaves. Okay, autoclaves. അതിന്റെ ടെമ്പറേച്ചർ കാര്യങ്ങൾ എത്ര ആണെന്നുള്ളത് നോക്കണം കേട്ടോ. ഓട്ടോക്ലേവില് 121 ഡിഗ്രി സെന്റിഗ്രേഡിലാണ് 15 pounds ഓഫ് പ്രഷറിൽ 20 minutes ആണ് വേണ്ടത്. ഓക്കെ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Next one. Which of the following sterilization is
Which of the following sterilization is primarily 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 used for heat responsive and moisture responsive materials? Which of the following sterilization is primarily used for heat responsive and moisture responsive material? ഓപ്ഷൻസ് ശ്രദ്ധിക്കുക കേട്ടോ. ഇവിടെ നമ്മൾ ഓപ്ഷൻസിൽ ഓട്ടോക്ലേവ്, ഫ്ലാഷ് സ്റ്റെറിലൈസർ, എഥിലീൻ ഓക്സൈഡ് മെഷീൻ ഇങ്ങനെയാണ്. ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബോവ് ആണെങ്കിൽ നമുക്ക് ഷുവർ ആണ് എഥിലീൻ ഓക്സൈഡ് മെഷീൻ. ഇനി ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ സ്റ്റീം സ്റ്റെറിലൈസേഷനോ അല്ലെങ്കിൽ കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ ബോത്ത് എ ആൻഡ് ബി നൺ ഓഫ് ദ എബോവ് അങ്ങനെ തരുവാണെങ്കിൽ ഏത് എഴുതും? അങ്ങനെയാണ് ഓപ്ഷൻസ്. കെമിക്കൽ ഓക്കെ, കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ എഴുതണം കേട്ടോ. ഓപ്ഷൻ നോക്കിയിട്ട് എഴുതാം. കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ അല്ലെങ്കിൽ ഇറ്റിവോ എഥിലീൻ ഓക്സൈഡ് മെഷീൻ. അപ്പൊ അതിനകത്ത് ഏത് സ്റ്റെറിലൈസേഷൻ ആണ്, ഏത് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്? പ്ലാസ്റ്റിക് ഐറ്റംസുകൾ ഹീറ്റ് റെസ്പോൺസീവ്, ചൂടടിച്ചു കഴിഞ്ഞാൽ ചീത്തയാവുന്ന കാർഡിയക് കത്തീറ്റർ, പ്ലാസ്റ്റിക് ഐറ്റംസുകൾ, എൻഡോസ്കോപ്പ് പോലുള്ള മെറ്റീരിയൽസ് ഈ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് എഥിലീൻ ഓക്സൈഡ് മെഷീൻ ആണ്. അല്ലെങ്കിൽ കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. ഓപ്ഷൻ നോക്കി എഴുതുക. എഥിലീൻ മോയ്സ്ചർ റെസ്പോൺസീവ് കഴിഞ്ഞിട്ട് എന്താ? ആൻഡ് മോയ്സ്ചർ റെസ്പോൺസീവ്, മോയ്സ്ചർ MOISTURE മോയ്സ്ചർ റെസ്പോൺസീവ് മെറ്റീരിയൽസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Dash is the principle to follow in the replacement of sterile materials. ഏതാ പ്രിൻസിപ്പിൾ പറഞ്ഞേ? FIFO. ഓക്കെ, വെരി ഗുഡ്. FIFO എന്ന് പറഞ്ഞ First in, first out. Okay, very good. First in, first out. FIFO is the principle to follow in replacement of sterile material. Next question. After sterilization, the items are transferred to dash area. After sterilization, the items are transferred to dash area. സ്റ്റോറേജ് ഏരിയ ഏതാണ്? സ്റ്റോറേജ് ഏരിയ. ഓക്കെ, വെരി ഗുഡ് ഷെറിൻ. സ്റ്റോറേജ് ഏരിയ. സ്റ്റെറിലൈസേഷൻ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് CSSD അവിടെ സ്റ്റോറേജ് ഏരിയയിലേക്ക് മാറ്റും. ഓക്കെ, സ്റ്റോറേജ് ഏരിയ. നെക്സ്റ്റ് വൺ. Which indicator is used in displaying 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 recorded time comma temperature comma humidity and pressure. Displaying recorded time, temperature, humidity and pressure throughout the time of
throughout the time of the sterilization cycle. Mechanical indicator. Mechanical. Chemical indicator, biological indicator, mechanical indicator, none of the above. അല്ലെങ്കിൽ all of the above. ഏതാ? Mechanical indicator. Mechanical indicator. Next question. In which of the following distribution system Abhinanda, mute ചെയ്തേ. In which of the following distribution system is needed? Articles are demanded, D-E-M-A-N-D-E-D, demanded by users on a daily, D-A-I-L-Y. ഡിമാൻഡിന്റെ വേൾഡ് എന്താണ്? In which of the following distribution system needed articles are demanded, D-E-M-A-N-D-E-D, demanded, demand അനുസരിച്ച് articles are demanded by users on a daily or regular basis. Requisition system. Requisition system. 4 ഓപ്ഷൻ ഉണ്ടാവും അവിടെ. ആ സ്റ്റേറ്റ്മെന്റും തരും. ക്ലീൻ ഫോർ ഡാറ്റ എക്സ്ചേഞ്ച്, റിക്വസിഷൻ സിസ്റ്റം, ഗ്രോസറി സിസ്റ്റം, ക്വാർട്ടർ സിസ്റ്റം. 4 ഓപ്ഷനും തരും, 4 ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം തരും. അപ്പൊ അതിനകത്ത് ഈ സ്റ്റേറ്റ്മെന്റ് ഏത് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലാണ്? ആൻസർ ഏതാ? Requisition system. Last question. Which of the following? Okay, requisition system. Answer. Which of the following is not, NOT, is not the job responsibilities? Which of the following is not the job responsibilities of a CSST manager? Job responsibility അല്ലാത്തത് ഏതാണെന്ന് ചോദിച്ചല്ലോ കേട്ടോ. Question ഒന്നിട്ട് പറയാം. Which of the following is not the job responsibility of a CSST manager? Options പറയാം. Options. Option A, displaying the sterilization process. Displaying the sterilization process. Option B, allotting resources. Option C, receiving, 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 labeling, 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 and safely, SAFELY, safely store samples. Receiving, labeling, and safely stores samples. Sample, SAMPLES, samples. Option D, directing, DIRECTING, directing the duty roster, ROSTER, roster and records. Duty roster and records. Okay. And labeling and the safety stores. Manager's job responsibility include ചെയ്യാത്തത്. Right. Option C.
ഓപ്ഷൻ സി. നമ്മൾ ഡിസ്പ്ലേയിങ് ദ സ്റ്റെറിലൈസേഷൻ പ്രോസസ്സ്, അലോട്ടിംഗ് റിസോഴ്സസ്, ഡയറക്ടിംഗ് ദ ഡ്യൂട്ടി റോസ്റ്റർ ആൻഡ് റെക്കോർഡ്സ്. ഇത് മൂന്നും CSSD മാനേജറിന്റെ ജോബ് റെസ്പോൺസിബിലിറ്റി ആണ്. ഓക്കെ, അതിനകത്ത് വരാത്തത്, ഇൻക്ലൂഡ് ചെയ്യാത്തത് റിസീവിംഗ്, ലേബലിംഗ് ആൻഡ് സേഫ്റ്റി സ്റ്റോർ സാമ്പിൾസ്. ഓക്കെ, ഇന്നത്തോടുകൂടി നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞു. CSSD എക്സ്പാൻഡഡ് ഫോം ഇനി ഇപ്പൊ ഞാൻ തന്നിട്ടില്ല കേട്ടോ, അറിയാലോ. CSSD എക്സ്പാൻഡഡ് ഫോം ഏതാ? സെൻട്രൽ ഡിപ്പാർട്ട്മെന്റ്. നമ്മൾ നേരത്തെ നോട്ട് ചെയ്തേക്കണെയാണ് സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ ആ ഒരു ചാപ്റ്റർ കഴിഞ്ഞു. ഇപ്പൊ എത്ര ചാപ്റ്റർ എടുത്തു നമ്മള്? ഓർക്കണ്ടോ? എത്ര ചാപ്റ്റർ കവർ ചെയ്തു? ആദ്യം ഹിസ്റ്ററി. ഹിസ്റ്ററി ആണോ? ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ, സെക്കൻഡ് ഹിസ്റ്ററി, ബ്ലഡ് ബാങ്ക്. ഇനി നെക്സ്റ്റ് നിങ്ങള് പ്രിന്റ് നോട്ട് എടുക്കുന്നവർ എടുത്തു വെച്ചോ. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് റേഡിയോളജിയിലേക്കാണ് കേട്ടോ. റേഡിയോളജി സർവീസസ്, റേഡിയോളജി. ഓക്കെ, ചാപ്റ്റർ നമ്പർ എത്രയെന്ന് പറഞ്ഞു തരുമോ? 20 ആണോ 22 ആണോ? നിങ്ങളുടെ പ്രിന്റഡ് നോട്ടിലെ ചിലപ്പോ ആ ചാപ്റ്ററിന്റെ നമ്പർ 22. 22. ഓക്കെ, റേഡിയോളജി സർവീസ് ആണ് നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഈ ചാപ്റ്റേഴ്സ് ഒക്കെ ഒന്ന് റിവൈസ് ചെയ്യുക. ഓക്കെ, എന്നാലും കുഴപ്പമില്ല, എല്ലാവർക്കും ഒരുവിധം ആൻസർ ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അങ്ങനെയല്ലേ? പഠിക്കണല്ലേ? പഠിക്കേണ്ട ഓക്കെ, ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടോ? അപ്പൊ നമ്മൾ ഡെയിലി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്യുക, നോട്ട്സ് കാര്യങ്ങൾ അത് നോക്കുക. അതുകൊണ്ടാണ് ഞാൻ ക്വസ്റ്റ്യൻ തന്നെ, കാര്യം നമ്മുടെ ടൈം പോകും, എന്നാലും കുഴപ്പമില്ല. ഒരു ചാപ്റ്റർ കഴിയുമ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കത് കുറച്ചും കൂടി പഠിക്കാമല്ലോ. അത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ കവർ ചെയ്ത് പോകും. ഇത് കൂടാതെ ഇന്ന് നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിന്റെ ബേസ് ചെയ്തിട്ടുള്ള മോക്ക് ടെസ്റ്റിലെ ക്വസ്റ്റ്യൻസ് ഇന്ന് ഇടും, നാളത്തേക്ക് നിങ്ങൾക്ക് കിട്ടും. അതും ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ, എന്നാൽ ക്ലാസ് വൈൻഡപ്പ് ചെയ്തോട്ടെ. താങ്ക് യു മാം. ഓക്കെ ഓക്കെ. Thank you, ma'am. താങ്ക് യു മിസ്. താങ്ക് യു മിസ്.